നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എ സിയുടെ തണുപ്പ് കുറവാണ് എന്നുള്ള കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് എ സി ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ എ സി ഓൺ ആക്കിയിട്ടുണ്ട്. എ സിയിൽ നിന്ന് വരുന്ന കാറ്റ് വളരെ കുറവാണ്. അപ്പോൾ എ സിയിൽ നല്ല പൊടി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എ സിൻ്റെ കവറൊക്കെ ഒന്ന് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം. ഇവിടെ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ എ സി ആണ്. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില മിസ്റ്റേക്കുകളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. നമ്മളിതിൻ്റെ കവർ അഴിച്ചു. അപ്പോൾ കണ്ടോ, കോയിലൊക്കെ ഫുള്ള് ബ്ലോക്കായിരിക്കുകയാണ്. ഇങ്ങനെ ബ്ലോക്കാണ് സമയത്ത് ശരിക്കും എയർ ഫ്ലോ റൂമിലേക്ക് കിട്ടാതെ വരും. നമ്മളിങ്ങനെ പമ്പ് വെച്ചിട്ട് റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ എ സി അഴിക്കാതെ വാട്ടർ സർവീസ് ചെയ്യുന്നത്. നമുക്ക് പമ്പൊന്ന് ലോഡാക്കാതെ ഇതുപോലെ പ്രഷർ പമ്പ് വെച്ച് വെള്ളമടിച്ച് കഴുകുമ്പോഴാണ് എ സിയിൽ നിന്ന് പൊടിയെല്ലാം പോരുള്ളൂ. അപ്പോൾ പൊടിയെല്ലാം പോരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ സർവീസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. പമ്പ് വെച്ച് വെള്ളമടിച്ച് കഴുകുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് റൂമിൻ്റെ അകത്തോട്ട് കാറ്റ് വരുന്ന ഭാഗം. ഈ ബ്ലോവറിൻ്റെ ഉള്ളിൽ നല്ല പൊടി ഉണ്ടെങ്കിൽ റൂമിൻ്റെ അകത്തോട്ട് വരുന്ന എയർ ഫ്ലോ കുറയും, അതേപോലെ അത് വലിക്കുന്നതും കുറവാകും. നമ്മൾ എ സിൻ്റെ കോയിലിൻ്റെ ബാക്ക് വശമൊക്കെ നല്ല പൊടി ഉണ്ടാവും. അതേപോലെ ക്ലീൻ ചെയ്യണം, കാരണം ശരിക്കും അതിൻ്റെ എയർ ഫ്ലോ റൂമിൻ്റെ അകത്തോട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ഡ്രെയിനേജ് പാനൽ. ഈ ഡ്രെയിനേജ് പാനലൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്യണം. നമുക്ക് എ സിൻ്റെ ഈ ഫിൽറ്ററൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ കവറൊക്കെ ഇതേപോലെ വെള്ളമടിച്ച് കഴുകണം. ഈ ഫിൽറ്ററൊക്കെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സ്വയം എടുത്തിട്ട് കഴുകിയിടാവുന്നതാണ്. എന്നാൽ അതേപോലെ എ സിയിൽ അഴുക്ക് പിടിക്കുന്നത് കുറവാകും. വേറെ സ്ഥിരം ഉപയോഗിക്കുന്ന എ സി ആണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്തിടുക. അതല്ലെങ്കിൽ ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും അത് എടുത്ത് ക്ലീനാക്കി ഇടണം. നമുക്ക് കുറച്ച് സോപ്പ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആ കോയിൽമേലും എല്ലാ ഭാഗത്തും ഒന്ന് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഫിനിഷ് ഉണ്ടാവും. എ സി വർക്ക് ചെയ്യിക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ റൂമിൻ്റെ അകത്തോട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ കോയിൽമേൽ നമ്മൾ വെള്ളമടിച്ച് കഴുകുമ്പോഴും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു പൊടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പോരും. ഇതേപോലെ അതിനകത്തും ആ ബ്ലോവർമേലൊക്കെ നല്ല സോപ്പ് തേച്ചെടുക്കുക. അപ്പോൾ ആ ബ്ലോവർമേലുള്ള ചെളിയൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് അടയാളം, ചെളീൻ്റെ അടയാളമൊക്കെ ഇങ്ങോട്ട് കംപ്ലീറ്റ് പോരും വെള്ളമടിച്ച് കഴുകുമ്പോൾ. പിന്നെ അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഈ ഡ്രെയിനേജ് പാനലൊക്കെ നമുക്ക് ഇതേപോലെ ബ്രഷ് ഇട്ട് കണ്ട് ക്ലീൻ ആക്കാം. നമുക്ക് ഇതിൻ്റെ കവറും ഇതേപോലെ ഒന്ന് ബ്രഷ് ഇട്ട് ക്ലീൻ ആക്കാം. കാണുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. നമുക്ക് ഈ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് വെള്ളമടിച്ച് കഴുകിയിട്ട് നമ്മൾ ആദ്യം അഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന കോയിലും ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള കോയിലൊക്കെ ഒന്ന് നമുക്ക് കാണാം കേട്ടോ, നോക്കാം. നമുക്ക് ഇതേപോലെ ഒന്നും കൂടി വെള്ളമടിച്ച് കഴുകുമ്പോൾ ആ സോപ്പിട്ടതൊക്കെ ഒന്ന് ക്ലീൻ ആവും. നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഈ വെള്ളം ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഈ ഫ്ലാപ്പും ഇതെല്ലാം തുടച്ചിട്ട് നമുക്കിനി കോയിലൊന്ന് നോക്കാം. ഇതിൻ്റെ മാനുവൽ സ്വിച്ചാണ്. ഇത് ആദ്യം ഇതിലൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രെയിനേജ് പാനലൊന്ന് അതിൽ സെറ്റ് ചെയ്യണം. നമുക്കിത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ കോയിലൊന്ന് കാണിച്ചു തരാം. നമ്മൾ കോയിൽ ആദ്യം ഉണ്ടായിരുന്ന കോയിലും ഇപ്പോഴുള്ള കോയിലും നോക്കി, ഇപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചളി ഒക്കെ പോന്നിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാൻ. നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് തുടച്ചിട്ട് കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം.
ഇനി നമുക്ക് എ സിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ ലോക്കുകളൊക്കെ ഒന്ന് കൊടുക്കാം. നമുക്ക് ഈ സ്ക്രൂകളൊക്കെ ഒന്ന് ഇട്ടിട്ട് സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയത്തെ ഈ കവറൊക്കെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ ഫിൽറ്ററൊക്കെ ഒന്ന് ഇടാണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലൊക്കെ ലോക്കായി നിൽക്കും. ഇനി നമുക്കിതിൻ്റെ ഫിൽറ്ററൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾ അഴിക്കുമ്പോഴും ഇതേപോലെ അഴിച്ചിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എൽ ജിൻ്റെ എ സിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഭാഗത്താണ് ഫിൽറ്റർ വരിക. നമ്മളെ ഈ ഇൻഡോർ സർവീസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഔട്ട്ഡോർ സർവീസ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇൻഡോർ സർവീസ് ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മളെ സ്റ്റിക്കർ ഒന്ന് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മൊബൈലിൽ നിന്ന് നമ്പറൊക്കെ കസ്റ്റമർ അടുത്ത് നിന്ന് മിസ്സാവുമ്പോൾ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ഡോർ സർവീസ് ചെയ്യുന്നത് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് എ സി ഒന്ന് ഓണാക്കാം. ഇനി നമുക്ക് റിമോട്ടിൽ ഓൺ ചെയ്യാം. നിങ്ങളുടെ എ സി ഒക്കെ ഇതേപോലെയാണോ സർവീസ് ചെയ്യാറ്, അതല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന രീതി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മളെ സർവീസ് ഇഷ്ടപ്പെട്ടാലും അതും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. എ സിയുടെ വാട്ടർ ലീക്ക് കംപ്ലൈൻറ്റ്, എ സി വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റ്, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.